ലോകം മുഴുവൻ ഒരു കാൽപന്തിന് ചുറ്റും കറങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മറ്റൊന്നുമല്ല, ലോക ഫുട്ബോളിൻ്റെ ആവേശം ആരവുമൊക്കെ കേരളത്തിലേക്കും കടന്നു വരികയാണ്. നമുക്കറിയാം, വേണമെങ്കിൽ കേരളത്തിലെ ഫുട്ബോളിൻ്റെ മക്ക എന്ന് വിശേഷിപ്പിക്കാവുന്ന ജില്ലയാണ് മലപ്പുറം. അവിടെ അത്തരത്തിൽ മലപ്പുറത്ത് ഫുട്ബോൾ ആവേശം വരുമ്പോൾ അവരതിനോട് ചേർന്ന് നിൽക്കണമല്ലോ. അങ്ങനെ ഒരു പരിപാടി ലോകകപ്പിൽ ഉപയോഗിക്കുന്ന പന്തിൽ മലപ്പുറം നിലമ്പൂർ നാഷണൽ സ്പോർട്സ് ഉടമ മുഹമ്മദ് മുസ്തഫയുടെ കൈവശമാണ് ഒരു പ്രത്യേകതരം പന്ത്. ട്രയോനോഡ എന്ന് പേരിട്ടിരിക്കുന്ന ലോകകപ്പിൽ ഉപയോഗിക്കുന്ന പന്ത് ഈ ഉടമയുടെ കയ്യിലുണ്ട്. ട്രയോനോഡ ബോൾ വലിയ ഒരു ശേഖരമായി ഈ ഉടമ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. അനുമോ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഖത്തർ ലോകകപ്പിൽ പന്തിൻ്റെ പേര് അൽ റിഹില എന്നായിരുന്നു. അതന്ന് വലിയ തരംഗമായതാണ്, വലിയ വൈറലായതാണ്. എന്നാൽ USA ലോകകപ്പ് എത്തുമ്പോൾ ട്രയോണ്ടയാണ് ഫുട്ബോളിലെ ഈ ലോകകപ്പിലെ ഔദ്യോഗികമായിട്ടുള്ള പന്ത്. അഡിഡാസാണ് ഇത് പുറത്തിറക്കുന്നത്. കേരളത്തിൽ ഇതിൻ്റെ ഒറിജിനൽ കയ്യിലുള്ള അപൂർവം ചില വ്യക്തികളേ ഉള്ളൂ. ആ കൂട്ടത്തിൽ ഒരാൾ എൻ്റെ കൂടെ ചേരുന്നത് മുസ്തഫ നാഷണൽ സ്പോർട്സിൻ്റെ ഉടമയാണ് നിലമ്പൂരിലെ. ഇത് ഒറിജിനലാണോ? ഇത് ഒറിജിനൽ അഡിഡാസ് പുറത്തിറക്കണതാണ്. അപ്പോൾ ഇത് കുറേ കാലങ്ങളായിട്ട് ശരിക്ക് ഫുട്ബോൾ ഇറക്കാറില്ല, ലോകകപ്പിൻ്റെ ഫുട്ബോളിൽ ഇറക്കാറില്ല. ജബുലാനി 2010 ജബുലാനി എന്ന് പറഞ്ഞ പന്ത് ഇറക്കി. അപ്പോൾ അതിനെന്തോ ടേണിങ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞൊരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ അവരെന്ത് ചെയ്തു, കുറച്ച് പന്ത് മാത്രം പുറത്തിറക്കി. അന്ന് 2010 എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് ഞാനും നന്ദിലത്ത് ഗ്രൂപ്പിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അന്ന് ഒരു വാർത്തയായതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രസൂക്ക എന്ന് പറഞ്ഞ പന്തിറങ്ങി. അത് വലിയ തരംഗമായി. അതെൻ്റെ കയ്യിൽ നിന്ന് മറ്റേ ഒരു കാർണിവലൊക്കെ ഉണ്ടായി. മലപ്പുറം ജില്ല മൊത്തം അത് കൊണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ടെൽസ്റ്റാർ, അതും എൻ്റെ കയ്യിൽ. അങ്ങനെ 3 തവണ ഞാൻ തുടർച്ചയായിട്ട് മറ്റേ ഈ പന്ത് കൊണ്ടുവന്നിരുന്നു. പിന്നെ അൽ റിഹില ഖത്തറിലായതുകൊണ്ട് കുറേ പ്രവാസികൾ അത് എത്തിച്ചുകൊണ്ട് അത് അത്ര ഒരു ക്ലിക്കായി. ഇതിപ്പോൾ അമേരിക്ക ട്രിയാണ്ടാവും കുറച്ചുകൂടി ഒരു കിട്ടാക്കനിയായി നിന്നപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇത് 3 രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന പറയുന്നത്. മെക്സിക്കോ, കാനഡ, അമേരിക്ക 3 രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഈ കളർ കൊടുത്തിട്ടുള്ളത് പറയുന്നത്. എന്താ ഇതിന് പ്രത്യേകത തോന്നിയതാൽ മുമ്പത്തെ പന്തുകളൊക്കെ അപേക്ഷിച്ച് ഇതിന്റെ പ്രത്യേകത എന്താ തോന്നിയത്? അഡിഡാസ് ഇറക്കുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഓരോ തവണയും അവർ ഉണ്ടാക്കുന്നുണ്ടാവും. കാരണം വെച്ചാൽ വേൾഡിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണല്ലോ അഡിഡാസ്. അപ്പോൾ അതിലെന്തെങ്കിലും എത്ര പന്തുകൾ കേരളത്തിലുണ്ട് ഒറിജിനൽ? അത് അറിയില്ല, അത് എത്ര ഉണ്ടെന്ന്. ഇപ്പോൾ ഇതിപ്പോൾ ശരിക്കും ഒറിജിനൽ 14,000 രൂപ വിലയാണ്. അവർ MRP വരും. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റൊക്കെ കുറേ അഡിഡാസിൻ്റെ ഇതിൻ്റെ ഒരു സെക്കൻഡൊക്കെ ഇറക്കുന്നുണ്ട്. അഡിഡാസ് കമ്പനി തന്നെ ഇല്ല, അത് വാങ്ങാൻ കൊടുക്കൂല. അതൊരു സ്വപ്ന സാധനമായിട്ട് എല്ലാവരും കിട്ടിയോലും അങ്ങനെ വെക്കുകയുള്ളൂ. പിന്നെ എൻ്റെ ജബുലാനി അന്ന് കൊണ്ടുപോയത് ദീപിക്കാണ്. ഞാൻ അന്ന് ഇറക്കിയ 7,000 സംതിങ് തന്നെയാണ് അന്ന് ആ വില ജബുലാനി. അത് പിന്നെ ലക്ഷദ്വീപിക്കാണ് ഞാൻ കൊടുത്തത്. അത് തന്നെ ഒരു സ്വപ്നം ഇതായിട്ട് അങ്ങനെ എടുത്തേക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയത്. അല്ല, ഞാൻ കൊടുക്കില്ല. ഒറ്റൊന്നുള്ളൂ. ഇതിന് പുറമെ നിങ്ങൾ ഈ സ്പോർട്സ് ഗുഡ്സിന്റെ വിതരണ കമ്പനി അല്ലേ, അതിന്റെ ഒരു സ്പോർട്സ് ഗുഡ്സ് ഡീലേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലേക്ക് ഫുട്ബോളിന്റെ വേൾഡ് കപ്പിന്റെ സമയത്ത് സ്വാഭാവികമായിട്ട് ഏറ്റവും അധികം ജേഴ്സികളും ഇതൊക്കെ വിറ്റഴിയുന്നൊരു സമയം കൂടിയാണല്ലോ. എങ്ങനെയാണ് അതിന്റെ ഇത്തവണത്തെ വിപണിയൊക്കെ? ജേഴ്സി ശരിക്കും എല്ലാ തവണയും ഞാൻ മനസ്സിലാക്കി കൊടുത്തത് 2006 തുടങ്ങി ഞാൻ കച്ചവടത്തിലുണ്ട്. അപ്പോൾ വേൾഡ് കപ്പിൻ്റെ കച്ചവടത്തിൽ 2002 പക്ഷേ അത് അത്ര വേൾഡ് കപ്പിനായിട്ട് തുടക്കമായതുകൊണ്ട് അറിയില്ല. ഞാൻ 2000 തുടങ്ങിയാണ് കച്ചവടം. അപ്പോൾ 2006 മുതൽ ശരിക്കും വേൾഡ് കപ്പിൽ നല്ല ഇതുണ്ട്. അന്നൊക്കെ അർജൻറ്റീന ആയിരുന്നു കൂടുതലും മുന്നിട്ട് നിന്നിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അർജൻറ്റീന കഴിഞ്ഞ 2022 ലോകകപ്പ് നേടിയതിന് ശേഷം അർജന്റീനന്റെ ഫാൻസ് കുറച്ച് പിറകോട്ട് പോയോ എന്നൊരു ഇല്ല. പക്ഷെ മുൻപന്തിയിൽ ഇപ്പോ ബ്രസീലാണ്. ബ്രസീലിന്റെ ഫ്ലാഗും ജേഴ്സിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത്. ബ്രസീൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് 2ാം സ്ഥാനത്ത് അർജന്റീന. അതിൽ തർക്കമല്ല. 2ാം സ്ഥാനത്ത് പറഞ്ഞാൽ തൊട്ട് പിന്നലെ തന്നെ ഉണ്ട് അധികം. പിന്നെ പോർച്ചുഗലാണ് 3ാം സ്ഥാനത്തുള്ളത്. പിന്നെ ഫ്രാൻസ്, സ്പെയിന്, ഇംഗ്ലണ്ട് ഒക്കെ ഉണ്ട്. മോശമൊന്നുമല്ല.
ഫ്രാൻസ് നല്ല ഈ കേരളത്തിൽ എല്ലായിടത്തും വിറ്റഴിയുന്നതിന്റെ ഒരു കണക്ക് വെച്ചല്ലേ നിങ്ങൾ ഈ പറയുന്നത് അല്ലേ? ഓ അത് നമ്മൾ ഡീലേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, നമ്മളെ മെയിൻ ഗ്രൂപ്പിലൊക്കെ ഓരോ ചർച്ച. ഇക്കുറി ബ്രസീലിന്റെ ജേഴ്സി എവിടെ ഇല്ല, ഭയങ്കര ഡിമാൻഡാണ്, എല്ലാവർക്കും ബ്രസീലിന്റെ ആണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു. അതിപ്പോൾ ഇതിന്റെ ഒരു കറക്റ്റ് കണക്ക് വെച്ചിട്ടല്ല, അത് നമുക്ക് കിട്ടിക്കോളുന്നില്ല. ഡിമാൻഡിനനുസരിച്ച് നോക്കുമ്പോൾ ബ്രസീലാണ് ഇക്കുറി കൂടുതൽ. തിരുപ്പൂരാണ് കാര്യമായിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. പിന്നെ മലപ്പുറം ജില്ലയിൽ കുറേ യൂണിറ്റുകളുണ്ട്, പാലക്കാട് ജില്ലയിൽ യൂണിറ്റുകളുണ്ട്, കേരളത്തിൽ ഇപ്പോൾ ഒരു ഒട്ടുമിക്ക യൂണിറ്റുകളുണ്ട്. 2022 അപേക്ഷിച്ച് ഒരു ആവേശത്തിന് കുറവുള്ള പോലെ തോന്നുന്നുണ്ടോ 2026 എത്തുമ്പോൾ? 2026 ആവേശക്കുറവ് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഖ്യമന്ത്രിൻ്റെ ആ ഒരു ഇതും ഒക്കെ പാടായിട്ട്, പക്ഷേ ആവേശം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ആഴ്ചയിലൊക്കെ വളരെ ഡിമാൻഡായിട്ട് തന്നെ ഈ ഫ്ലാഗ് ആണെങ്കിലും ജേഴ്സി ആണെങ്കിലും എവിടെയും കാര്യമായിട്ട് കിട്ടാനില്ല. നന്നായിട്ട് വിറ്റാൻ പോകുന്നു. ലക്ഷക്കണക്കിന് പീസ് ഇവിടെ മലപ്പുറം ജില്ലയിൽ തന്നെ വിൽക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും ഒരേപോലെ ഇഷ്ടമാണെങ്കിലും അവസാനമായിട്ട് ചോദിക്കുക, ഇത് ഏതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ടീം? ആർക്കാണ് ഇത്തവണ കപ്പ് കിട്ടുക? അല്ല, കപ്പ് കിട്ടാൻ ഫ്രാൻസോ ഏതെങ്കിലും ഒക്കെ ആയിരിക്കും. കഴിഞ്ഞ അവിടുത്തെ ഫൈനലിൽ അർജന്റീന കിട്ടാൻ പ്രയാസമായിരിക്കും. ഫ്രാൻസ് നല്ല ടീമാണ് ഇപ്പോൾ. ഫ്രാൻസ് അതുപോലെ തന്നെ സ്പെയിനൊക്കെ നല്ല ടീമാണ്. കച്ചവടത്തിൽ അതൊന്നും നോക്കണ്ട. നമ്മളെല്ലാ ടീമിനും കൂടെ ഉണ്ടാണോ, അതാണല്ലോ കച്ചവടം. നമ്മൾ നാളെ ഇവിടെ ഒരു ഗംഭീര പ്രോഗ്രാം നടക്കുന്നുണ്ട്. മലപ്പുറത്തിന്റെ ഒരു ഉത്സവം. കാരണം വെച്ചാല് മലപ്പുറം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ ഫുട്ബോളിന്റെ മക്ക എന്ന് പറയുന്നതാണ്. എന്താണ് ലോകം ഇപ്പോൾ ഈ ട്രയോണ്ടയ്ക്ക് പിന്നാലെ ഉരുളാൻ ഇനി കേവലം ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ആര് ഈ ഒരു ലോകകപ്പ് നേടുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. സ്വാഭാവികമായിട്ടും മലപ്പുറത്തിൻ്റെ മണ്ണിൽ ഇനി ഫുട്ബോളിൻ്റെ ദിനങ്ങളാണ് കാത്തിരിക്കുന്നത്. അഖിലോട്ട് പറകൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.